ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഹെവൻ ബൈ സെറീന. ഇന്ന് നമുക്ക് ക്രാബ് കൊണ്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കാം. അതിൻ്റെ പേര് ടൊമാറ്റോ ക്രാബ്. ഓക്കെ, ഞാൻ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം കടായി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലോ ഗീയോ എന്ത് വേണമെങ്കിലും അത് നിങ്ങളെ ഇഷ്ടം പോലെ. ഓക്കെ, എന്നിട്ട് ഒരു 8 വെളുത്തുള്ളി, 8 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ജിഞ്ചറും നമ്മളത് ഈ കടായിലേക്ക് ഇനി എന്ത് ചെയ്യണോ, നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് നമുക്ക് കുറച്ച് മുളക് പൊടി, ഒരു 1.5 സ്പൂണ് മുളക് പൊടി. ഇത് 1/2 കിലോ ക്രാബാണ്. ഇത് 1/2 കിലോ ക്രാബാണ്. ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു പിഞ്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നല്ലോണം ഒന്നും കൂടി പിന്നെ റോസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ 2 ടൊമാറ്റോ പ്യൂരി ചെയ്ത് എന്ന് വെച്ചാൽ മിക്സിയിൽ അടിച്ചിട്ട് എടുത്ത പ്യൂരി ചെയ്ത്, അരിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നിങ്ങൾ pour ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നിങ്ങൾ കുറച്ച് ഫ്ലെയിം കൂട്ടിക്കോ. ഞാൻ നേരത്തെ ഫ്ലെയിം കുറച്ചിട്ടായിരുന്നു ഉണ്ടായേ. ഇനി നിങ്ങൾ കുറച്ച് ഫ്ലെയിം കൂട്ടിക്കോ. ഇനി ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി, ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും പെരുംജീരകവും ഞാൻ പൊടിച്ചു വെച്ചതാണ് ഇത്. പിന്നെ ഉപ്പ് നമ്മളെ ആവശ്യത്തിന്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമ്മളെ ക്രാബ് ഞണ്ടില്ലേ അത് കഴുകി തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതായത്. ഓക്കെ, ഇത് ഞാൻ ഇതിലേക്ക് ഇനി നിങ്ങളൊന്ന് ഫ്ലെയിം കുറച്ചാൽ. എന്ത് ചെയ്യാം, നമുക്ക് ലിഡ് വെച്ചിട്ട് ഒന്ന് മൂടിക്കളയാം. ക്രാബിൽ വെള്ളം ഒഴിക്കണ്ടേ. ഇത് വിത്തൗട്ട് ഒണിയനാ, ഉള്ളി ഇല്ലാത്ത ടൊമാറ്റോയിൽ റോസ്റ്റ് ചെയ്യുന്ന ക്രാബായത്. ഓക്കെ, നമുക്കൊന്ന് ഇതിൻ്റെ ലിഡ് ഒന്ന് മാറ്റി നോക്കാം. വെള്ളം വരുന്നുണ്ട്. ക്രാബിന് വേവ് കുറവാണ്, അപ്പോൾ വെള്ളം ഒഴിച്ചാലും വല്ലാണ്ട് വെള്ളമായിപ്പോവും. ഇത് റോസ്റ്റ് ചെയ്തത് നമുക്ക്, അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒന്നും കൂടി നമുക്ക് ലിഡ് വെച്ചിട്ട് മൂടാം.
ലിഡ് മാറ്റി നോക്കാം. നല്ലോണം വെന്തിട്ടുണ്ട്. കണ്ട, കുറച്ചും കൂടി ഒന്ന് നല്ലോണം ഈ ടൊമാറ്റോ എല്ലാം ഈ ക്രാബിലേക്ക് പിടിക്കണം. കുറച്ചും കൂടി വെള്ളമുണ്ട്, ഒന്നും കൂടി ഒന്ന് റെഡി ആയിക്കോട്ടെ. ഓക്കെ, ഇത് സ്ലോ ഫ്ലെയിമിലാണ് ഞാൻ ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഹൈ ഫ്ലെയിം ആവുമ്പോൾ പടി കരിഞ്ഞു പോകും. കരിയായി ചെയ്യുക, നമ്മളെ ഫുഡ് ടേസ്റ്റും ഉണ്ടാവില്ല, അടിയിലെല്ലാം പറ്റി ആകെ കുളമാവും. അതുകൊണ്ട് നിങ്ങൾ സ്ലോ ഫ്ലെയിമിൽ ഒന്ന് ചെയ്തെടുക്കണേ. ഓക്കെ, നമുക്ക് ഒന്നും കൂടി ഉണ്ട് മൂടി തുറന്നു. അടിപൊളിയായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്നാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് കുറച്ച് ഒരു സ്പൂണ് മതി, 1 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് കറിവേപ്പില, അടിപൊളിയായിട്ട് നമ്മളെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. വെച്ചാൽ ഇത് ക്രാബിന് കുക്കാവാൻ വലിയ സമയമേ വേണ്ട. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കാൻ. വെള്ളം ഒഴിച്ചാൽ വല്ലാണ്ട് ഇങ്ങനെ വെള്ളം പോലെ ആയിപ്പോൾ. ക്രാബ് എപ്പോഴും നമുക്ക് നല്ല റോസ്റ്റെല്ലാം ചെയ്തിട്ട് തന്നെയാണ് കഴിക്കാൻ. ഫ്രൈ ഐറ്റംസിലായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചത്. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതാ അടിപൊളി ഇത് ക്രാബിൻ്റെ ഞണ്ടിൻ്റെ റോസ്റ്റ്, ടൊമാറ്റോ റോസ്റ്റ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. മസ്റ്റ് ട്രൈ ചെയ്യുക. എന്ന് വെച്ചാൽ അത്ര ടേസ്റ്റാണ്, ഭയങ്കര രസമായിരിക്കും. പിന്നെ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.